തുർക്കി ജാം. എടാ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇതൊക്കെ എടാ എല്ലാവരും റേഡിയോയുള്ള എല്ലാരും ഇവിടെ ഉണ്ടോ? ചന്ദ്രൻ വന്നില്ല. ചന്ദ്രൻ നാട്ടിൽ പോയേക്കാണല്ലേ? ഓക്കെ 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 ഓക്കെ. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വേണമല്ലോ ഇതൊന്ന് തീരുമാനിക്കാൻ. എന്ത് ബാബു കേട്ടില്ല? മനുഷ്യന്മാരെ കുറച്ച് കിട്ടിയട്ടാ വീട്ടിൽ കിട്ടി. ഇന്ന് ബാബുവിനുള്ള ദാസാണ്, മനസ്സിലായ? ഇല്ല ഇല്ല അവിടെ തന്നെ ഇരുന്നു ബാബു, അവിടെ തന്നെ ഇരുന്നു. വെറുതെ ഈഗോ ഹട്ടാവല്ലേ. എല്ലാരും ഇരിക്കും വെറുതെ. എടാ അപ്പൊ നമ്മള് കൊറേ നാളായ റിക്രൂട്ട്മെന്റ് ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് നമ്മുടെ അറിയാലോ, ഹിറ്റാച്ചി, സ്നൈപ്പ്, നിക്ക് അവരൊക്കെ ആയിരുന്നു. അയ്യോ മറന്നുപോയി ആളെ മറന്നുപോയി. അതെ അതെ അതെ. പിന്നെ ഒരുത്തൻ വില്ലി, അവനാണ് സസ്പെൻഷനും മേടിച്ചു പോയി. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് പോവാണ്. അത് നീയാണത്. ഞാൻ ഒരു സസ്പെൻസ് ഇത്ര പെട്ടെന്ന് പൊട്ടിക്കണ്ടേ? അപ്പൊ ബോബോയുടെ മാമന്റെ ഒക്കെ അവസ്ഥ എന്താ? സുഖമായിട്ട് വന്നു. മാമനോ? സുഖം, എല്ലാം പക്ക. ഞാൻ ഓർത്ത് നിങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സിറ്റിയിൽ വരാത്തത്. അപ്പൊ സുഖമായിട്ട് ഇരുന്നിട്ടാണ്, ഒരു പ്രശ്നം ഇല്ലാതിരുന്നിട്ടാണ് സിറ്റിയിൽ വരാതിരിക്കുന്നത്. ആണോ? എന്തുവായിരുന്നു അസുഖം? എന്തുവായിരുന്നു? അവന് വയറിളക്കം. ഇതല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടാ. ഇപ്പം മാമനും ബോബോയും ഒക്കെ ബോബോയ് ഇപ്പൊ ലൈനപ്പിലുണ്ടോ? അല്ല മെയിൻ തേർട്ടിലുണ്ടോ? അങ്ങനെയല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബോയ് എന്നും വാറിന് വരും, പക്ഷെ ലാസ്റ്റ് 17ാമത്തെ ആളായിട്ട് വന്നിട്ട് വെളിയിൽ കളയും. ഓ അങ്ങനെയാണല്ലേ. അത് സ്ഥിരം വരാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം അത് ആക്റ്റീവ് ആയാലേടാ. പിന്നെ എടാ കണ്ണാപ്പി എന്തിയടാ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? കണ്ണാപ്പി ബോബിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. ബോബിന് വരാൻ പറ്റില്ലെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ പുണ്ടച്ചി കണ്ട ഈ കണ്ണാപ്പി ഇവനുണ്ടല്ലോ, ഇന്നലെ ഇവൻ ഇത് തന്നെയാണ് ചെയ്തത്. ഇന്നലെ ഞാൻ ഇവനെ വേറെ സിറ്റിയിൽ പോയി സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഞാൻ അവിടെ പോയി അവന്മാരെ അടുത്ത് വള്ളി എടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് 5 മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞവനാ അവൻ പോയി. ഇന്ന് കണ്ട കാണിച്ചേക്കുന്നേ ഇത്രയും പേര് ഇവിടെ വന്നു. മള്ളി വരേന് മുന്നേ ഇവിടെ നമുക്ക് ഗ്യാങ് സസ്പെൻഷനുള്ള വകുപ്പ് വരെ വാങ്ങിച്ചു തന്നിരിക്കുകയാണ്. എടാ ഈ കോള് വന്നു. ആരുടെ കോള് പോയി? കോള് പോയി. നിന്നെ എല്ലാത്തിനും ഞങ്ങൾ കെട്ടി എഴുന്നള്ളിപ്പിക്കാം കേട്ടോടാ. നിന്നെ എല്ലാത്തിനും കെട്ടി എഴുന്നള്ളിപ്പിക്കാം. പോയി മിണ്ടണ്ട, വാതറക്കണ. പോയി വാതറക്കണ. നിന്റെ കഴുപ്പ് എല്ലാത്തിനും നിന്റെ കഴുപ്പ്. അപ്പം നമ്മുടെ കൂട്ടത്തില് ഒരാൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അത് സ്പീഡായിരിക്കും. പുതിയൊരു സ്പീഡ് വന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡ് ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. സ്പീഡ് പക്ഷെ എന്റെ റൂമിലോട്ടാ വരുന്നത് ദുബായില്.
ഇപ്പൊ സ്പീഡായിട്ട് നടക്കും കാര്യങ്ങളൊക്കെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ സ്പീഡാ നടന്നോളൂ. അപ്പൊ സ്പീഡ് പറ്റുമ്പോഴൊക്കെ പറ്റുമ്പോഴൊക്കെ എന്റെ ഇത് കൊടുക്കാം സ്പീഡിന് സിറ്റിയിലൊക്കെ കേറാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാസു ഓപ്പണായിട്ട് പറയട്ടെ, ഗൾഫിൽ പോയപ്പോ ഞാൻ കുറെ ആഗ്രഹിച്ചതാണ്. ഇപ്പൊ പറഞ്ഞില്ലെന്തിനാ സ്പീഡിലായില്ലേ? അല്ല അവരോട് നിൽക്കാനായിട്ട് പറ്റിയില്ല. അതല്ലേ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ അണ്ണാ ഗൾഫിൽ പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ടാ അസൽ പ്രവാസി. അസൽ പ്രവാസി. അപ്പൊ സ്പീഡ് ഇനി തൊട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ തത്സമയത്തിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് കാണാം സ്പീഡിനെ. ആരും അങ്ങനെ മിസ് ചെയ്യത്തില്ല. പിന്നെ നമ്മള് പുതിയൊരു റിക്രൂട്ട്മെന്റ് ആ ഒരു സ്ലോട്ടിലോട്ടാണ് ഒരു റിക്രൂട്ട്മെന്റ് എടുക്കുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ ഇതാരാ കൈയില്ലാത്തവൻ? ഇത് കൈ വെട്ടി കണ്ടാല് ഓട്ട മത്സരം കഴിഞ്ഞ സിയോണിലായിരുന്നു. കൈ വെട്ടി അവിടെ നോക്കിയിട്ടുണ്ട്. സിയോണിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആള് ആർപ്പിക്കരുത് ഇപ്പോഴാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് കൈ കിട്ടിയതൊക്കെ വാരി വലിച്ചിട്ട് പോരുത് കേട്ടോ. ഇല്ല ഇപ്പൊ ആദ്യം അവിടെ കയറി സിയോണിൽ പോയി ഹെൽഫയറിന്റെ ക്യാമ്പസിൽ കയറി മീറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നിർത്തല്ലേ? ടെമ്പററി ആണോ? എടാ അല്ല അവൻ സ്പീഡിനെ നമ്മൾ സ്ലോട്ടിൽ നിന്നൊന്നും കളയാനില്ല. അവൻ സെറ്റ് ആകുമ്പോഴത്തേക്കിന് അവൻ തിരിച്ചു വരും. സ്ലോട്ടിൽ നിന്നൊന്നും മാറ്റുന്നില്ല ഇത്. പിന്നെ ഗ്യാങ് റിലേറ്റഡ് കാര്യം ഒന്ന് അതും കൂടെ പറഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യാം. ഗ്യാങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യാം. നമ്മളിവിടെ ഗ്രൈൻഡിങ് ടാർഗറ്റ് തന്നായിരുന്നു. പിന്നെ അതിന്റെ യാതൊരു ചിലപ്പോ പ്രശ്നമാണോ? റിക്രൂട്ടിന്റെ കാര്യം തന്നെ ഒരുവിധം കൊല്ലക്കാറ്റ് പിടിച്ചിട്ടാണ് മള്ളി റിക്രൂട്ട്മെന്റ് സംസാരിച്ച് സെറ്റാക്കിയത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോളാം. അവർക്ക് ആർക്കും മനസ്സിലായി. ഞാൻ രമേഷ് കുമാർ എന്ന് പറയാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് രമേഷ് കുമാർ എന്ന് പറയാം. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കിയാൽ മതി കേട്ടാ. എല്ലാരും ഉണ്ടായിരുന്നാ മതി. ഞാൻ പറയാം രമേഷ് കുമാർ. രമേഷ് കുമാറിനെ പറ്റി സംസാരിക്കുമ്പോൾ നിന്റെ അടുത്ത് ആരും അഭിപ്രായം ചോദിച്ചില്ല അവിടെ. അപ്പൊ നമ്മള് രമേഷ് കുമാറിന്റെ കാര്യം പ്ലാൻ ചെയ്തായിരുന്നു. എന്നിട്ട് അത് വലിയ അപ്ഡേഷൻ ഒന്നും അതിനകത്ത് തരാൻ പറ്റിയില്ല. അപ്പൊ രമേഷ് കുമാറിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കൂടുതൽ രമേഷ് കുമാറുകളെ ഉണ്ടാക്കണം. നിങ്ങളെല്ലാരും കുറെ രമേഷ് കുമാറുകളെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരെണ്ണം പറ്റിയില്ല. ഇനി നമ്മളെല്ലാരും കൂടെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കണം വള്ളി. എടാ ഞാൻ പറയാം, സരക്കെ ഒരു പ്രോപ്പർ ഒരു രമേഷ് കുമാർ ടാർഗറ്റ് കൊടുക്കുക അവർക്ക്. രമേഷ് കുമാർ ഞാൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്തില്ല. സരക്കെ ഒരു പ്രോപ്പർ ഇത് പറയടാ. എത്ര കൗണ്ട് വേണമെന്ന് പറ. എടാ നീയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 30 കോടി രമേഷ് കുമാറുകളെ ഉണ്ടാക്കാം. അത് രമേശനെ രമേഷ് ഞാനൊരു കാര്യം പറയാം, നിനക്കൊക്കെ കഴിവില്ലേ കണ്ടവന്മാരെ കൊണ്ട് രമേഷ് കുമാറിനെ ഉണ്ടാക്കാൻ നിൽക്കരുത്. സ്വന്തം കഴിവിൽ ഉണ്ടാക്കണം. ഇപ്പോഴേ ഈ നാട്ടിലെ ഏതെങ്കിലും പാവം പിടിച്ചവന്മാരെ എന്ന് രമേഷ് കുമാറിനെ മേടിക്കുന്നത് കണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഏതെങ്കിലും ഒരുത്തം വന്ന് പിടിച്ചു പറിച്ചെന്നോ എന്റെ രമേഷ് കുമാറിനെ കണ്ണാപ്പി പിടിച്ചോണ്ട് പോയെന്നോ പിടിച്ചു പറിച്ചെന്നോ വല്ല ആരെങ്കിലും വന്ന് പറഞ്ഞ അതിന് ഞാൻ വേറെ ആക്ഷൻ എടുക്കും. ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞാൻ ഇരട്ടി ഗ്രൈൻഡിങ് ടാർഗറ്റ് തരും. ഇതില് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേഷ് കുമാറിനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അല്ലാതെ രമേഷ് കുമാറിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ മറ്റേ എനിക്ക് രമേഷ് കുമാറിനെ കിട്ടിയില്ലെന്ന് പറയുന്നത് ആ പരിപാടി നടക്കണം. വേറെന്ത് പ്രശ്നം? അണ്ണാ നമ്മളെ രമേഷ് കുമാർ ഉണ്ടാക്കാൻ നോക്കിയപ്പോ സിറ്റി കത്തിയപ്പോ 2 കോടി രമേഷ് കുമാർ ഒന്നിന് പോയി. ഇതുവരെ കിട്ടിയിട്ടില്ല. രമേഷ് കുമാറിനെ തിരിച്ച് കണ്ടുപിടിച്ച് തരാനുള്ള ചോദിച്ചപ്പോ തരൂലെന്ന് പറഞ്ഞു. അല്ല അത് നമുക്ക് അവരടുത്ത് അപേക്ഷിച്ചാൽ രമേഷ് കുമാറിനെ തിരിച്ച് ഉണ്ടാക്കണത് ഇല്ലീഗൽ. നമ്മുടെ 2 കോടി രമേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. സസ്പെൻഷനിലാണ്, അതുകൊണ്ടാണ് അതിനെ പറ്റി ഇങ്ങനെ പറയണത്. അങ്ങനെയാണ് രമേഷ് കുമാർ. അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ 25 വേണോ 30 വേണോ?
ഇരുപത് രമേശ് കുമാർ മതി 20 രമേഷ് കുമാർ മതിയോ? അപ്പൊ കണ്ണാപ്പിക്ക് 30 ബാക്കി എല്ലാവർക്കും 25 വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും രമേഷ് കുമാർ എന്ന് പറയുമ്പോ ആയിരങ്ങൾ ഇന്ന് 4-ാം തീയതിയാണ്. ഇന്ന് 4 ഇന്ന് 4 5 ഇന്ന് 5 ഇന്ന് 5-ാം തീയതിയാണ്. ആൻഡ് ഗ്യാങ് ഫണ്ടിന്റെ ഡേറ്റ് 10. 25 ലക്ഷം രമേശ് കുമാറാണെന്ന് മെനിയാണ് ചോദിക്കുന്നത്. 25 ലക്ഷം ആണെന്ന്. അപ്പൊ നല്ല പണിയെടുക്കണല്ലോ ഇത്ര പണിയെടുക്കണം. സസ്പെൻഷൻ അല്ലേ എല്ലാവർക്കും? ഗ്യാങ് ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ. എല്ലാരും പോയി ഗ്രൈൻഡ് അല്ല ഞാനൊരു ഇല്ല ഇതിപ്പം അല്ല ഞാൻ ഇത് രമേശ് കുമാർ മാത്രമല്ലേ ഉള്ളൂ, സതീഷ് കുമാറിലല്ലേ? സതീഷ് വേണ്ട നമുക്ക് നേരായിട്ടുള്ള വെളുത്തത് മാത്രം മതി കേട്ടോ. മനസ്സിലായോ? രമേഷ് കുമാർ മാത്രം മതി. എന്റെ കൂടുതലും കറുത്തതാ. എന്നാ പിന്നെ ഞാൻ പറഞ്ഞു തേച്ചോ വെളുപ്പിച്ച് സാധനം കൊണ്ടു തരണം കേട്ടോ. മനസ്സിലായോ? അല്ല ഡേറ്റിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു. 10-ാം തീയതിയാണ് ഡേറ്റ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് സസ്പെൻഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതാണ് പ്രശ്നം. സസ്പെൻഷൻ രമേഷ് കുമാറിനെ ഉണ്ടാക്കുന്നതിന് സസ്പെൻഷനുമായിട്ട് എന്ത് ബന്ധം? ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു വിട്ടെ. 16-ാം തീയതി എന്തോ അല്ലേ ഓപ്ഷൻ? 16 ഓപ്ഷൻ. നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും തിരിച്ചു പിടിക്കണമെന്നൊന്നും ഇല്ലേ? പിടിക്കണം. അപ്പൊ പിന്നെ സതീഷിനെ വെച്ച് പിടിക്കാൻ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം. 15-ാം തീയതി ഡേറ്റ്. ഒരാൾക്ക് ഇൻഡിവിജ്വൽ 30 രതീഷ് കുമാർ. ഇവിടെ രതീഷ് കുമാർ കേട്ടോ എളുപ്പമാണ്. രതീഷ് കുമാർ ഒരാള് 30 ഓക്കെ 30 ലോക്ക്. 30 CR രതീഷ് കുമാർ വെച്ചിട്ട് ഒരാള്. ബാക്കി നമുക്ക് നോക്കാം. കണ്ണാപ്പിയുടെ ടാർഗറ്റ് 35 കണ്ണാപ്പിക്ക് 35 കൂടി വീണ്ടും ഞാൻ മിണ്ടായിരിക്കണ 17K വാച്ചിങ് ഞാൻ മിണ്ടിയെ കൂടുവാണ് മിണ്ടിയ ഓരോ 5 രമേശ് കുമാർ വെച്ചാണ് കൂട്ടി തരുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി നേരെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് കിടിലം പയ്യനാണ്. ഇവിടെ പുതിയ അവന്മാർക്ക് ഈഗോ ഒക്കെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. വരുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും ഇതുപോലെ മാസൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ മാസൊക്കെ മറ്റേ മാസൊക്കെ കൊടുത്താണ് മറ്റേ പപ്പടത്തിനൊക്കെ എടുത്തത്. എന്നിട്ടാണ് ഇപ്പൊ കണ്ടില്ലേ. എന്നാലും അതുപോലെ വരുമ്പോ ഒരു ഫോർമാലിറ്റിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ പറയണത് പോലെ കൊടുക്കണത്. മനസ്സിലായോ? അപ്പൊ അത്യാവശ്യം നല്ല പയ്യനാണ്. ആൻഡ് ഒരു വാലറന്റ് റേഡിയന്റ്. ഞാൻ ട്രെയിൻ ചെയ്യാം. ഇല്ല ഇനി വാലറന്റിലേക്ക് റേഡിയന്റ് അടിച്ച പ്ലെയർ ആണ്. 2 വട്ടം വാലറന്റിൽ റേഡിയന്റ് അടിച്ച പ്ലെയർ ആണ്. ആൻഡ് CSGO തൊട്ടേ കളിക്കുന്ന പ്ലെയർ ആണ്. CSGO എക്സ്പീരിയൻസ്. ഗ്രാൻഡ് മാസ്റ്റർ ഗ്ലോബൽ ലൈറ്റ് ആണോ? ഫ്രീ ഫയർ ആട്ടോ ഉദ്ദേശിച്ചത്. അണ്ണാ ഒന്ന് ഡിലേ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ആര്? അണ്ണാ സിനിമ വരുന്നുണ്ട്, ഒരു 15 മിനിറ്റ് ഒന്ന് ഡിലേ ആക്കുമെന്ന് പറഞ്ഞായിരുന്നു. 11 മിനിറ്റോ? 10-7 പറഞ്ഞ 15 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ. അല്ലാണ്ട് വെയിറ്റ് ആക്കി. സുനിമോൻ എന്തോ കുക്കിംഗ് ആണ്. സിനിമയിലുണ്ടോ? സുനിമ കുക്ക് ചെയ്ത് പറഞ്ഞായിരുന്നു. സിനിമനെ കൊണ്ട് ഇട്ടാ മതിയോ? എനിക്ക് അത് മതി. നമുക്ക് ഈ വെളിയിൽ പോയി അത് വാങ്ങിച്ച് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സിനിമനെ കൊണ്ട് അത് മതി. സുനിമോൻ ഇപ്പൊ കുക്ക് ചെയ്ത് ലിസ്റ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങും കേട്ടോ. നമുക്ക് കൂടെ 1-2 പറഞ്ഞ് കളിച്ചിരിക്കാം. കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇത് സുനിമോന്റെ കാണാം. റാങ്കിലൊന്നും കാര്യമില്ല കേട്ടോ. റാങ്കിലൊന്നും പൊതുവെ ഒരു പറച്ചിലാണത്. നമുക്ക് ഒളിച്ച് കളിച്ചാലോ? ഒളിച്ച് കളിക്കൊന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കൊണ്ടിരുന്നാ അവന്റെ ഒളിച്ച് കളി ഒരു സീരിയസ് ആണ്ടിലൊരിക്കൽ കയറി വരും. വന്നിട്ട് വള്ളിയും പിടിച്ചിട്ട് അവന്റെ പാട്ടിന് പോകും. പിന്നെ അവനെ കാണത്തുമില്ല. പിന്നെ എന്താ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ ആർക്കെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ?
ആ ബെന്നിയാണ് എന്താ പറയാനുണ്ട്? പിന്നീട് എന്തോ പറയാനുണ്ട്? ഗാങ്ങിൽ പോലും ഇല്ലാത്ത ആളെ പറ്റി എന്ത് 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 പറയാം? അല്ല ബാബു ചേട്ടൻ എന്താ പറയണ്ട? ബാബു ചേട്ടൻ സ്റ്റേജ് ബാബു കുറെ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു അയ്യോ എനിക്ക് ഗ്യാങ് എടാ നമ്മുടെ ഗ്യാങ് വണ്ടി എന്നത്തേക്കാണ് വരുന്നത്? ആ അത് പറഞ്ഞോട്ടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ല ഗ്യാങ് വണ്ടി ആരാ ചെയ്യുന്നത്? നമ്മുടെ ഇപ്പൊ ടിവിയിൽ ആരാ നോക്കുന്ന ഗ്യാങ് വണ്ടി? നീ രായനോടാണ് ആരാ ചെയ്യുന്ന വണ്ടി? ആരാ ചെയ്യുന്നത്? അത് മാർവൽ കസ്റ്റംസ് ആണല്ലേ? എന്നത്തേക്ക് റെഡി ആവും? അത് മൊത്തത്തിൽ ഇതായിട്ട് ഇറക്കാതിരിക്കാനാണ്. എടാ അല്ല ഗുലാനി, എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട്, സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഒറ്റ റിക്വസ്റ്റ്, എപ്പോഴത്തെയും പോലെ ലുക്സ് മാത്രം നോക്കിയ ഒരു വണ്ടി നമുക്ക് വേണ്ട. അതാണ് ടൈം എടുക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് വേണ്ട, സീരിയസ് ആയിട്ട്. ആ വെറുതെ ലോഞ്ച് ചെയ്യുന്ന ദിവസം മാത്രം ഒരു മാസ് കിട്ടുമെന്നല്ലാതെ ഫ്യൂച്ചറിലെ സിറ്റുവേഷൻസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അറിയാലോ, ഇവിടെ ഗ്യാങ് ഹൗസിൽ ഇത് ഗ്യാങ് വാറോ അതും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാനുള്ള ഒരു വണ്ടി വേണം. ചന്തം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല. നല്ല ചന്തിയുള്ള ഒരു വണ്ടി ഉണ്ടാക്കി തന്നാ മതി. വന്ന് ഇടിച്ചാ പൊട്ട. എനിക്ക് അതേ പറയാവുള്ളൂ. ആ പറ. എല്ലാം സെറ്റാക്കിട്ട് ഇറക്കുക. എല്ലാം സെറ്റാക്കിട്ട് ഇറക്കുക. ഓക്കെ എന്താ ബ്രോ? നമ്മളന്ന് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നും ഇല്ലടാ. നമ്മള് നിങ്ങളൊക്കെ ഇല്ല കാനഡയിലൊക്കെ പോയി മാറിപ്പോയത്. ബാബുവിന് ഒരു മൈക്ക് ഞാൻ എന്റെ പറയണം. ബാബുവിന് എന്ത് സംസാരിക്കുന്നുണ്ട്? ഹലോ പറഞ്ഞോളൂ. നമ്മള് കുറെ നാളായി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് പറഞ്ഞു വരുന്നത് നമ്മളിന്ന് ഒരു പുതിയ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങള് എല്ലാരും വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മളും വെയിറ്റ് ചെയ്യാണ്. അപ്പോ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ട്. അത് സുനിമോനാണ് അത് കാണിക്കുന്നത്. അല്ല അതല്ല ബാബു ചേട്ടൻ, ഗ്യാങ്ങിനെ പറ്റി ആധികാരികമായി സംസാരിക്കാനാണ്. ഇത്ര നേരം ഞാൻ ഇതല്ലേ ഇവിടെ ഇരുന്നത് വാകീറി അലച്ചുകൊണ്ടിരുന്നത്. ഇത് അവർക്ക് കാര്യമാണ്. ഇത് ബാബു ചേട്ടൻ ഒന്ന് ബംഗാൾ ഭാഷയിൽ ഇത് ബംഗാൾ ഭാഷയൊന്നുമല്ല. ബാബു വന്നിട്ട് മറ്റേ തിയേറ്ററിന്റെ വെളിയിൽ ആറാട്ടണ്ണന്റെ ശബ്ദം പോലെയാണ് ഇത് സംസാരിക്കണത്. വീണ്ടും കിട്ടി. ഞാൻ കൂവിയിട്ടില്ല കേട്ടോ. ഇന്ന് ഒരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇല്ലടാ സംസാരിക്കേ. ഇല്ല, ഈ ഒരു സന്തോഷ നിമിഷം എനിക്ക് ഈ ഒരു സന്തോഷ നിമിഷം ഇതുപോലെ കാണുന്നുണ്ട്. അപ്പോഴേ കൂടെ പറയണം. അണ്ണാ അങ്ങനെയല്ല അണ്ണാ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇതിപ്പോ അവന് വരുന്നില്ല, സംസാരിക്കൊന്നും കിട്ടുന്നില്ല. അയ്യോ തിരക്കാണ്. അല്ല നമുക്ക് പറയാനാണെങ്കിൽ എന്തോരം പറയാനാണ്. ഞാൻ വർഷങ്ങളായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട്. നമുക്ക് പറയാനാണെങ്കിൽ പറയാം, അതിലല്ല കാര്യം. ഞാൻ അതിനെ പറ്റി അല്ല ചോദിക്കുന്നത് നിന്റെ അടുത്ത്. നിനക്ക് മള്ളി ഞാൻ പറയാൻ ആധികാരികമായിട്ട് അല്ല ആദ്യമായിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാങ് ഫണ്ടിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. രമേശ് പിഷാരടി അല്ലേ? രമേശ് കുമാറിനെ പറ്റി പറയുവാണെങ്കിൽ മള്ളി ശരിക്കും പറഞ്ഞ ഈ ഒരു 30 കോടി രമേശ് കുമാർ നമ്മള് എല്ലാരും ഒരുമിച്ചിരുന്ന് ഒറ്റയടിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ഈ രമേശ് കുമാറിനെ വെച്ച് സുഖമായിട്ട് നമുക്ക് നമ്മുടെ ആ പതി തോക്കുകട വായിക്കാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ 30 കോടി രമേശ് കുമാറിൽ നിർത്താൻ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് 40 കോടി രമേശ് കുമാറിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, നമ്മൾ വാങ്ങും. 50 കോടി പറ്റുമോ? കൊണ്ടുവരാം, ഒരു പ്രശ്നവും ഇല്ല. രമേശ് കുമാറിന്റെ കാര്യത്തിൽ ആർക്കും എന്ത് വരെയും പോവാം. അമ്പത്തൂര് പോകുന്ന പോലെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ചിന്തിക്കാം. കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഇവിടെ വേണ്ടത് നമ്മൾ കുടുംബം പറഞ്ഞതിന്റെ പേരിൽ 30 കോടി രമേശ് കുമാറുമായി തന്നെ വരണമെന്നില്ല. നിങ്ങളെ കൊണ്ട് കൂടുതൽ രമേശ് കുമാരെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിക്കേ, അത് നമുക്ക് ഉപകാരപ്പെടും. സത്യം പറഞ്ഞ ബാബു എടാ ബാക്കിൽ നിന്ന് അടി ഉണ്ടാക്കുന്നവരാ കണ്ട ബോബോയ് കണ്ട കഴ കണ്ട ഞാനൊരു കാര്യം പറയണേക്ക്. അത് നമ്മുടെ ബാബു പറഞ്ഞത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പണ്ടത്തെ പോലെ 1000 കോടിക്ക് ഇതിനൊക്കെ ഇത് കിട്ടുമോ?
ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ വേറൊരു കാര്യം, പണ്ട് കുറെ പേര് പൈസ തരാനുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് ഒരു പട്ടിയും തരൂല, ആട്ടും തുപ്പും അല്ലാതെ. ഞാൻ അതിന് കാരണം അതിന് കാരണം ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വേണമെങ്കിൽ അവന്മാരെ തൂറി എറിഞ്ഞ് കാണിച്ചു തരാം. എനിക്ക് ഒറ്റ കാര്യമല്ലേ, ഒരു പോലീസിനോട് ചോദിക്കാൻ പറ്റിയ കാര്യമാണെന്ന് മുള്ളിന്ന് പറയാം. ഇന്ന് കണ്ണമോൻ ഡ്രസ് ഷോപ്പിന്റെ അവിടെ കിടന്ന് വെടിവെക്കുന്നത് പോലീസുകാരൻ വന്ന് ചോദിക്കുകയാണ്, ബ്രോ എന്തിനാണ് ഇവിടെ കിടന്ന് വെടിവെക്കുന്നേന്ന്. അപ്പൊ ആ പുള്ളി പോലീസിനോട് തിരിച്ചു ചോദിക്കുവാണ്, സാർ വെടിവെക്കുന്നത് തോക്കിന് അത്ര വരാനല്ലല്ലോ എന്ന്. എന്നിട്ട് പറയുന്നത് പോലീസുകാരന്റെ മിസ്റ്റേക്ക് ആണെന്ന്. ഞാൻ അതിൽ എന്ത് ചെയ്യണം മള്ളി? അതിൽ നമ്മൾ ഇടപെട്ട് എന്ത് ചെയ്യണം? അതിൽ ഇടപെട്ടില്ലേ കുഴപ്പം, പക്ഷെ അതിൽ ഇടപെട്ടിട്ട് മറ്റേ മൂഞ്ചിത്തരം കാണിക്കൂല അബു, അത് ചെയ്യരുത്. നീ കാണിച്ചത് കണ്ണു പോയ ഞാൻ ഉള്ളോണ്ടാണ് ഊരി എടുത്താണ്. നീ ഉള്ളോണ്ട് കൊണ്ടുപോയത്. ഒരു ഇടപെടണ്ടാ. ഈ കണ്ണാപ്പിക്കില്ലേ, ഇവന് ഇവിടെ നിന്നല്ല എവിടെ ചെന്നാലും ഇവന് പോലീസുകാരെയൊക്കെ അനുസരിക്കാൻ ഭയങ്കര മടിയാ. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസം പോലും അവിടെ ചെന്നിട്ട് സ്റ്റേഷനിൽ എന്നെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ലേഡി ഓഫീസർ ഇറങ്ങി വന്നപ്പം അവരുടെ എടി എന്തുവാടി ഇങ്ങോട്ട് മാറടി അങ്ങോട്ട് മാറടി നിന്നെ ഞാൻ എടീന്ന് വിളിക്കാടി എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത് തുടങ്ങി. എന്നിട്ട് സാറൊക്കെ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, പോലീസിന്റെ റിക്രൂട്ട്മെന്റ് ഇവൻ തുണിയും മണിയും ഇല്ലാതെ മറ്റേ ചന്തിയൊക്കെ കാണിച്ച് തൊടയിലൊക്കെ അടിച്ച് ഞാൻ നേരെ കയറി ചെന്നിട്ട് സാർ എന്നെ പോലീസിലെടുക്കണം, ഞാൻ ഭയങ്കര കിടലുമാണ്, ഞാൻ നന്നായിട്ട് വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റേ തൊടയിലൊക്കെ അടിച്ച് പാൻപരാഗൊക്കെ ചവച്ച് തുപ്പി അതിനകത്ത് പോയിരുന്നിട്ട് റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവൻ പറയണ ന്യായം ഇവനെ വൃത്തിയായിട്ട രീതി ട്രീറ്റ് ചെയ്തെന്ന്. അങ്ങനെയാണോ ഒരു പോലീസിന്റെ ഞാനൊരു കാര്യം കേട്ടോ കണ്ണാപ്പി, നിന്റെ നോർമൽ മോന്തയും കൊണ്ട് പോയാൽ തന്നെ അവർ എങ്ങനെ എടുക്കുമെന്നാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ ഇടയിൽ നീ മറ്റേ പാൻപരാഗും തുപ്പി മറ്റേ അവിടെ പോയി തൂറിയും വെച്ചിട്ട് തൂറാ പോയാ നിന്റെ മോന്ത ഇങ്ങനല്ല, നീ ഇങ്ങനെ പീഡിക്കത്ത് പോണേ. അണ്ണാ അത് റേസിസ്റ്റ് അല്ലാണ്. ഞാൻ പറഞ്ഞു ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ സാറേ സമ്മതിക്കുന്നില്ല. ഇത് ജനിച്ചപ്പോൾ നീ ഇങ്ങനെ ആക്കിയതാ. ജനിച്ചപ്പോൾ തൊട്ടുള്ള മനുഷ്യനെ കണ്ടറിയാൻ പറ്റും. ജയതാണ് നീ വായിലൊക്കെ സ്റ്റിച്ച് ഒക്കെ ഇട്ട എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാണ്. അത് വളർച്ചയുടെ ഭാഗമായിരുന്നു. സത്യമായിട്ട് കേട്ടോ, അത് സത്യമാണ്. അപ്പൊ കുറച്ചൊക്കെ മര്യാദക്ക് സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ അടുത്തൊക്കെ. അല്ലാതെ എല്ലാരെയും വെറുപ്പിച്ച് വെച്ചാൽ നല്ല പണി കിട്ടും കേട്ടോ. മര്യാദക്ക് സംസാരിക്കുന്നവന്മാരോട് മര്യാദക്ക് സംസാരിക്കണം. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കയറിയിട്ട് മറ്റേ TV ആണ് അതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഷോ കാണിക്കാൻ ഒരുത്തനും പോരുത് ദയവ് ചെയ്ത്. ഞാൻ ഇപ്പോഴേ പറയാൻ, ഓപ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ബി പ്രിപ്പയർഡ്. എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കണം. ഒരു 30 കോടി കടം തന്ന 1 കോടി 20 1 കോടി അല്ലല്ലോ 100 കോടി. ഓക്കെ, അത് സെറ്റ് ചെയ്ത് തരാം. അത് സെറ്റ് ചെയ്ത് തരാം, ഉറപ്പായിട്ട് സെറ്റ് ചെയ്ത് തരാം. പണ്ടത്തെ മണി ഇരട്ടിക്കൽ പരിപാടി ഒന്നും ഇപ്പൊ നടക്കത്തില്ല ഇവിടെ. പിന്നെ നിങ്ങളൊക്കെ ആണ്ടിൽ ഒരിക്കൽ കാണുന്ന ഒരാളെ ഞാൻ ഇവിടോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ തൽക്കാലം ഒന്ന്. ആൻഡ് വില്ലൻ ദാസ് ഒന്ന് ഇങ്ങോട്ട് വരണം. അല്ലല്ല വില്ലൻ ദാസ് ഒന്ന് ഇതുവരെ ടിവിയുടെ മീറ്റിംഗിലൊന്നും ഇതുവരെ സംസാരിക്കാത്ത ഒരാളാണ്. എല്ലാരും സൈലന്റ് ആയിട്ട് പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒന്ന് കേൾക്കും. ഇത് ആരാന്നാ? നമ്മുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പറാണ്, മനസ്സിലായോ? വില്ലൻ ദാസ്. അല്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞുതരാം. ദി അപ്കമിങ് സിനിമാറ്റിക് സ്റ്റാർ വില്ലൻ ദാസ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇതുവരെ വില്ലൻ ദാസിന്റെ ബാക്ക് സ്റ്റോറി ഇതുവരെ കേട്ടില്ലല്ലോ. നമുക്ക് വില്ലൻ ദാസിന്റെ ബാക്ക് സ്റ്റോറി കേൾക്കാം. അപ്പൊ വില്ലൻ ദാസിന്റെ ഞാൻ റേഡിയോ കൊടുക്കുന്നു. വില്ലൻ ദാസ്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഇനി ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം എല്ലാരും അറിയാലോ. എല്ലാരും അറിയാം, കുറച്ചുപേരൊന്നും അറിയത്തില്ല, പരിചയപ്പെട്ടവരെ ആണ്. ഓക്കെ പറഞ്ഞു സംസാരിച്ചു. എല്ലാവർക്കും എന്നെ അറിയാമോ?
ഇല്ല പറയട്ടെ ബ്രോ അറിയാം മറ്റേ റീൽസ് ഒക്കെ കാണാറുണ്ട് പക്ഷെ ബ്രോഡ് ആരെയല്ലേ ഞാൻ പറഞ്ഞുതരാം, ഞാൻ എന്നെ പറ്റി പറഞ്ഞുതരാം. സൗണ്ട് കുറവാട്ടോ, സൗണ്ട് കുറച്ച് കൂട്ടി പറ. അതെങ്ങനെ ഇപ്പൊ കൂട്ടുന്നേ? F11 അല്ലെങ്കിൽ F11 റേഡിയോ കയറിട്ട് F11 ഞെക്കി അപ്പൊ താഴെ ഷൗട്ടിങ് ആവും. എനിക്ക് F11 എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടാ. റേഡിയോ കേട്ടോ എല്ലാം മറന്നു കേട്ടോ. ഇപ്പൊ ശരിയായാ? ഒരു മാറ്റവും ഇല്ല. ഇല്ലല്ല കുറവാ. എപ്പോഴോ വിഷയമില്ല. കഴിക്കാതെ ഓരോരുത്തന്മാർ ഇവിടെ ചത്ത് വീണോണ്ടിരിക്കുന്നു. പാടി കേക്കാം പറഞ്ഞോ, കേക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, ഞാന് പണ്ട് വസുവിന്റെ ഒപ്പം ജയിലിലുണ്ടായിരുന്ന ഒരു ആളാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നതന്നെ അവിടെ നിന്ന് വെച്ചാണ്. ഓക്കെ, ഞങ്ങളൊരു കൊലക്കേസിലാണ് ജയിലിൽ പോയിരുന്നത്. കണ്ണാപ്പിയെ കണ്ണാപ്പി ചുമ്മാ എന്നെ പറ്റി പറയുമ്പോ നിങ്ങൾക്ക് ഒരു തമാശയായിട്ടാ തോന്നേ. സംസാരിക്കല്ലേ നീ? ഓക്കെ, അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന അവിടെ വെച്ചാണ്. പിന്നെ അത് മാത്രമല്ല, എന്റെ പെങ്ങളുമായിട്ട് പണ്ട് ഈ വാസുവിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാമായിരിക്കും, അമ്മുക്കുട്ടി. ഒന്നുമല്ല, വാസുവിന്റെ ആദ്യത്തെ സ്നേഹം. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നിങ്ങള് കുറച്ച് കഴിഞ്ഞ് ജോയിൻ ചെയ്തവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ചിലപ്പോൾ വലിയ പിടുത്തം കാണത്തില്ല. പക്ഷെ അതിനു മുമ്പുള്ള അമ്മക്കുട്ടി അറിയായിരിക്കാം. ഓക്കെ, ഞങ്ങളുടെ അപ്പം ആ ഒരു ബന്ധം കൂടെ ഉണ്ട് ഞാനും വാസുവും തമ്മില്. സോ പിന്നെ അത് മാത്രമല്ല, ഇനി നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാവും എപ്പോഴും. നിങ്ങളുടെ അതുമായി ഈ ഫണ്ട് കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ എണ്ണി തിട്ടപ്പെടുത്താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ തന്നാൽ മതി. വാസുവും ഈ സരക്കൊന്നും ഇല്ലാത്തപ്പം ഞാനത് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നത്. അത്രയും ഭാരിച്ച പരിപാടിയിലൊക്കെ പോണോമില്ല. നമുക്ക് അത്രയ്ക്ക് ഭാരിച്ച നമ്മളൊക്കെ വല്ലപ്പോഴും വരുന്നുണ്ട്, അതുപോലും വരാത്തവരൊക്കെ എണ്ണാൻ വരുന്നത്. ഞാൻ ഇന്ന് മുതൽ ഞാൻ ഇവിടെ ഉണ്ടാകും. ഉറപ്പാണോ? ഉണ്ടാവും, ഉറപ്പാണ്. അപ്പൊ ആദ്യം 30 കോടി രതീഷ് കുമാർ രമേശ് കുമാറുമായിട്ട് ആദ്യം എന്നിട്ട് ബാക്കിയുള്ള അതെ 30 കോടി രതീഷ് കുമാറായിട്ട് വന്ന ഒരു ഇംപ്രഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കാം. എടാ സുനിമോൻ റെഡിയായോ? സിനിമ റെഡിയായോ? ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഞാൻ എല്ലാരെ പോലെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഒന്ന് ചോദിച്ചിട്ട് പറ സിനിമന്റെ കള്ളന്മാരൊക്കെ പോയി. അപ്പൊ ഇതാണ് വില്ലൻ ദാസ്. എനിക്ക് എന്തിനാ ഓർമ്മ ദാസ്, പണ്ട് ഈ നമ്മുടെ ഈ വില്ലൻ ദാസിന്റെ മറ്റേ പെങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അമ്മക്കുട്ടി പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് ഒരു ഫിനാൻസ് ഉണ്ടായിരുന്നു. അവിടെ നീ കണ്ണാപ്പി ഒന്ന് പൈസ മേടിച്ചിട്ട് കള്ളം പറ്റിച്ചിട്ട് പോയൊരു സീനുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ. ഒരു കള്ള പേപ്പറായിട്ട് ഒരാൾ വന്ന്, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ആളെ കൊന്നിട്ട് എന്റെ കത്തി എടുത്ത് അയാളുടെ വയറ്റത്തും കുത്തി പോയി കളഞ്ഞ്. വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ അതിനൊക്കെ. അമ്മുക്കുട്ടി എന്ന് പറഞ്ഞ ആളുടെ ഗ്രാൻഡ് ഫാദർ അല്ലേ? ഫിനാൻസിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ ബാക്കി നീ പറയണ്ടായി. അതെ ഒരുപാട് ബന്ധുക്കളിലോട്ടൊന്നും വേണ്ട. പറഞ്ഞ പോലെ അമ്മുക്കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? എന്ത് മിസ് ചെയ്യുന്നുണ്ടാ? കേട്ടിട്ട് കൊറേ നാളായി, അതാണ്. അല്ല വിളിക്കാവുന്ന ഇറ്റാച്ചി ഇത് വന്ന് രോഗം വന്ന് വീണെന്ന് തോന്നുന്നു. നോക്ക്, അല്ല അവനെ താങ്ങിയിരിക്കും. ചിക്കൻ ബോക്സ് അവന്റെ വായന വെട്ടില്ല ഒഴുകുന്ന. അല്ലല്ല വായിക്കുന്നവര് PS ചെയ്ത് വെച്ചിരിക്കുക മറ്റേ കത്തി. എന്തേലും ഇരുന്നില്ലേ പറ്റൂല. കല്യാണം കഴിയുമ്പോഴത്തേക്ക് നിന്റെ
ഇവിടെ ആളെ ഇൻഫോ ചോദിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ സോറി 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 അല്ലല്ല നമ്മള് വേറൊരു കാര്യം പറഞ്ഞതാണ് ചാറ്റ് ദുബായ് പോയിട്ട് പറ്റിയോ? ദുബായിലൊക്കെ അല്ലേ നമുക്ക് എന്തൊരു സന്തോഷമൊക്കെ വേണ്ടേ. ആ പറ അമ്മക്കുട്ടിയുടെ ഇൻഫോ എന്താ ഉള്ളേ? അമ്മുക്കുട്ടി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് തിരക്കായിരുന്നു, വാസുവിനെ പറ്റി തിരക്കിയിട്ടുണ്ട്. എന്താ തിരക്കേ? എന്ത് തിരക്കി കുറച്ച് പറയാൻ പറ്റത്തില്ല, കുറച്ച് സീക്രട്ട് ആണ്. ആണല്ലേ? വില്ലൻ ദാസ് ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത്. ഇല്ല, പ്രൊഡക്റ്റ് റിവ്യൂ ആണോ ഇവിടെ